മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണെന്ന് വെച്ചാൽ മുസ്ലിം ലീഗിൽ ഒരു മതത്തിൻ്റെ പേരുണ്ട്, ഒരു കമ്മ്യൂണിറ്റിയുടെ പേരുണ്ട്. ആ കമ്മ്യൂണിറ്റിയുടെ രാഷ്ട്രീയമാണ്, ഐഡൻറ്റിറ്റി പൊളിറ്റിക്സാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ അവർ വർഗീയത പറയുന്നുണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചാൽ അവർ ആർക്കും എതിരെയും ഒന്നും സംസാരിക്കുന്നില്ല. കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് മുസ്ലിം സമുദായം അവഗണിക്കപ്പെട്ടു. ഇനി UDF അധികാരത്തിൽ വന്നാൽ ആ സമുദായത്തിന് വേണ്ട അവകാശങ്ങൾ നേടിയെടുക്കണമെന്ന് KM ഷാജി പ്രസംഗിക്കുന്നത് വർഗീയമാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. ഈ വർഗീയത എന്ന വാക്കിന് തന്നെ മലയാളത്തിൻ്റെ ചരിത്രപരമായ വേറെ പ്രശ്നം കൂടിയുണ്ട്. ഈ വർഗീയത എന്നുള്ള നെഗറ്റീവ് ടോണിലല്ല മലയാളത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ SNDPയുടെ ചില ലിറ്ററേച്ചറുകളിൽ വർഗീയമായ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ പ്രക്ഷോഭം നടത്തുന്നവർ പണ്ട് പറഞ്ഞിട്ടുണ്ട് 60കളിൽ. ഈ വർഗീയത എന്ന വാക്ക് ഒരു പൊതു യൂസേജായി വരുന്നത് തന്നെ സമുദായങ്ങൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുമ്പോഴാണ് അതിനെ വർഗീയത എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ സമുദായങ്ങൾ അവരുടെ ആവശ്യത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്നത് വർഗീയതയല്ല, അത് സാമുദായികതയാണ്, അവരുടെ ആവശ്യം പറയാൻ വേണ്ടിയാണ്. അതല്ലാതെ മറ്റെങ്ങനെയാണ് ഉപയോഗിക്കുക? ഞങ്ങൾ ഈ ഐഡൻറ്റിറ്റിയിൽപ്പെട്ട ഒരു സമുദായമാണ്, ഞങ്ങൾക്ക് ഇന്ന ആവശ്യങ്ങളുണ്ട്, ജനാധിപത്യ സർക്കാരുകൾ ഞങ്ങൾക്ക് തരണം എന്ന് പറയുന്നതിനെ വർഗീയത എന്ന് വിളിച്ചാൽ ഈ പറയുന്ന എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഈ എല്ലാ സംഘടനകളെയും വർഗീയത എന്ന് വിളിക്കേണ്ടി വരും. അപ്പോൾ എന്താണ് വർഗീയത, എന്താണ് സാമുദായികത, എന്താണ് ഫാഷിസം, ഫാഷിസം എങ്ങനെയാണ് വർഗീയതയെ ഉപയോഗപ്പെടുത്തുന്നത്? ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ക്ലാരിറ്റിയുള്ള രാഷ്ട്രീയം പറയാൻ ഇടതുപക്ഷം ശ്രമിക്കണം. അവർക്ക് അത് അറിയാഞ്ഞിട്ടല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അത് കൃത്യമായിട്ട് അറിയാം, എന്താണ് ഫാഷിസം എന്നും എന്താണ് വർഗീയത എന്നും എന്താണ് ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് എന്നും എന്താണ് സാമുദായികത എന്നും ഇടതുപക്ഷ രാഷ്ട്രീയക്കാർക്ക് നന്നായി അറിയാം. പക്ഷേ അത് അറിഞ്ഞു തന്നെയാണ് അവരെന്ത് ചെയ്യുന്നത്, മുസ്ലിം ലീഗിനെ വർഗീയവാദികളെന്ന് വിളിക്കുന്നത്. അത് അവർ തന്നെ മുമ്പ് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങൾക്കും വിരുദ്ധമാണ്, അവരുടെ തന്നെ രാഷ്ട്രീയത്തെ റദ്ദാക്കുന്നതുമാണ്.